My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ ഗൈഡൻസ് എന്നാണ് നമ്മളിന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. ആൻഡ് ഇതെനിക്ക് വളരെ ഒരു പവർഫുൾ ആയിട്ട് തോന്നുകയാണ്. എസ്പെഷ്യലി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പവർ തിരിച്ചു പിടിക്കുകയാണ് ഈ സമയത്ത്, അല്ലേ? എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? എവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? എവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റീസ് നിങ്ങളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ആക്ച്വലി അതൊക്കെ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ തിരിച്ചെടുക്കേണ്ടത് എന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു ടൈമാണിത്, റൈറ്റ്? ഇഫ് ഐ എം നോട്ട് റോങ്, കമൻറ്റ് ചെയ്യാം, അല്ലേ? സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തന്നെ പവർ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഒരു ഓത്തൻസിറ്റി, റൈറ്റ്? സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, റൈറ്റ്? സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ സമയം ഡീൽ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു റിയലൈസേഷൻ. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങൾ പല പ്ലേസിൽ നിന്നും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾക്ക് ഇമോഷൻസ് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട്, ഡെഫിനറ്റ്ലി. ചില പ്ലേസിൽ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഇൻറ്റൻഷൻ ഇമോഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ ആ ഒരു ഒന്നുകിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലേ? നമുക്കൊരുപാട് ഇഷ്ടം ചില പ്ലേസിൽ ആളുകളോട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അകലെ നിന്നിട്ടും നമുക്കതൊരു ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും, റൈറ്റ്? നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ലെറ്റ് ഗോ ചെയ്യാം, അല്ലെ? ഒരുപാട് ദേഷ്യമോ വെറുപ്പായിട്ടോ ചില കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ടും ചില കാര്യങ്ങൾ ഡിറ്റാച്ച്ഡ് ആവാം, ലെറ്റ് ഗോ ചെയ്യാം, റൈറ്റ്? ഇമോഷണൽ ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാം. സോ അങ്ങനെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നുണ്ട്, അല്ലെ? ഇമോഷണലി നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആൻഡ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ള ആളുകൾക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളത് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങളത് നിങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. ഓക്കെ, ഓർ ചില പ്ലേസിൽ നിന്ന് ചില ആളുകൾ നാച്ചുറലി ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട് ഫോർ എവർ. ഓക്കെ, സോ അവിടെ കൂടുതൽ ഡ്രാമാസ് ഉണ്ടാവുന്നില്ല, അവിടെ കൂടുതൽ ആക്ഷൻസ് ഉണ്ടാവുന്നില്ല, അവിടെ കൂടുതൽ ചാൻസസ് ഉണ്ടാവുന്നില്ല. നിങ്ങൾക്കറിയാം ചില ആളുകൾ ചില പ്ലേസിൽ ചില സിറ്റുവേഷൻ ചില കാര്യത്തിനോട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇമോഷണലി എത്രമാത്രം അകന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, റൈറ്റ്? ദർ ഈസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു റിലീഫാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ ചില ആളുകൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ചില പ്ലേസിൽ നിങ്ങൾ ഓൾറെഡി ഇമോഷണലി കംപ്ലീറ്റ്ലി ഇതുപോലെ ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ ഇനി ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ബട്ട് നിങ്ങൾ അത്രയും കാലമായിട്ട് ശീലമായി പോയതുകൊണ്ടായിരിക്കും ചില പ്ലേസിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക. സോ അങ്ങനത്തെ പ്ലേസിൽ നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത്, നല്ലൊരു അകലം കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ചില പ്ലേസിൽ വീണ്ടും പിടിച്ചു നിൽക്കാൻ തോന്നുന്നത് എന്നുള്ളത്. ജെന്യൂൻലി നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ തോന്നുന്നത്. ചില പ്ലേസിൽ നിന്ന് ചില കാര്യം നമ്മളുടെ ലൈഫിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്, അല്ലേ? പക്ഷെ ആ ഒരു പെയിനിൽ കൂടെ പോയി കുറച്ച് സമയം കഴിയുന്ന സമയത്ത് നമുക്ക് പിന്നീട് അത് നമ്മുടെ ലൈഫിലേക്ക് വന്നാലും നമുക്കത് വേണമെന്ന് തോന്നില്ല, റൈറ്റ്? സോ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഫോർ എവർ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ചില കാര്യത്തിനോട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചില പ്ലേസിനോടായിരിക്കാം. ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങൾ ഇരുന്നിട്ടുള്ള ചില സ്ഥലങ്ങളോട് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷനോട് നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ഈവൻ ഒരു റൂം ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയൊരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ചില ആളുകൾ തോന്നുകയാണ് എനിക്ക് ഈ ഒരു പ്ലേസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല, ഈ ഒരു റൂമിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് മാറി നോക്കുക എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാതെ, ആ ഒരു മാറ്റം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരിക്കലും ഒരു കൺക്ലൂഷനിലേക്ക് വരാതിരിക്കുക. ഓക്കെ, എക്സാക്ട്ലി. ബിക്കോസ് നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ചില ആളുകൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ എന്താണ് ഇത്ര സമയമായിട്ട് ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി
നിങ്ങൾ സേവ് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ ഒരു പവർ തിരിച്ചു പിടിക്കുകയാണ്. എത്ര ആളുകൾ പറയും നിങ്ങൾ റീസെന്റ് ആയിട്ട് വളരെ സമാധാനമായിട്ട് ഉറങ്ങാൻ പഠിച്ചു, വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ആളുകൾ റേസ് യുവർ ഹാൻഡ്. ഐ വോണ്ട് ടു നോ. കമന്റ് ചെയ്യാം. എത്ര ആളുകൾ നിങ്ങളെ സമാധാനമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്? ചില ആളുകൾ ഒരുപാട് ഉറക്കം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, റൈറ്റ്? ചില ആളുകൾക്ക് ഇപ്പോഴായിരിക്കും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. ചില ആളുകൾ നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങാൻ പോവാണ്, ഈ ഒരു സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആവാൻ പോവാണ്. ഓക്കെ, നോ മോർ ഫൈറ്റിംഗ്. ഓക്കെ, സിറ്റുവേഷൻ ഇല്ല, ആളുകൾ തമ്മിലൊരു ഡ്രാമ ഇല്ല, ആളുകൾ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവണം. നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാണ്, ഫിസിക്കലി ഡിറ്റാച്ച്ഡ് ആവാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് വലിയൊരു യുദ്ധം കഴിഞ്ഞ് ആ ഒരു പറമ്പ് പോലെ. ഓക്കെ, ഒന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, വളരെ ശാന്തമായിട്ടുള്ള ഒരു ഭൂമി. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലെ പല സിറ്റുവേഷനും വരാൻ പോകുന്നത്. നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ചില ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്? സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഓക്കെ, എക്സാക്ട്ലി. നിങ്ങളുടെ വലിയൊരു തലവേദനയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പ്രോബ്ലം നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? സോ അത് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാം ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ചില സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? ചില കാര്യത്തിന്റെ റൂട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ എന്താണോ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്ര കാലം ആ ഒരു പ്രശ്നം നിങ്ങൾ എത്ര ഡീൽ ചെയ്തു, എങ്ങനെ ഡീൽ ചെയ്തു, നിങ്ങളത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് അത് തോന്നുന്നുണ്ടെങ്കിൽ, ഡിഫറെൻ്റ് ആയിട്ടാണ് അത് ഡീൽ ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ്, വർക്ക് വിത്ത് ദാറ്റ്. ഓക്കെ, സോ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഹോൾഡ് ചെയ്യേണ്ട, നിങ്ങൾ അതിൽ ഒരുപാട് സഫർ ചെയ്യേണ്ട കാര്യമില്ല. യു ഗൈസ് ഓൾവേസ് ഡിസേർവ് ബെറ്റർ, റൈറ്റ്? സോ ചില പ്ലേസിനോട് നിങ്ങൾ കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുന്നില്ല. ഓക്കെ, ചിലത് നിങ്ങൾക്ക് വളരെ ഫയർ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ചിലത് നിങ്ങളെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്കൊരു സ്പാർക്ക് തന്നിട്ടുള്ള ചില കാര്യത്തിനോട് നിങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ടാവുന്നില്ല. എക്സൈറ്റ്മെന്റ് ഇത്ര സമയമായിട്ട് ഇരുന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി ആ ഒരു എക്സൈറ്റ്മെന്റ് തരാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു കാര്യത്തിനോട് സംഭവം നിങ്ങൾക്ക് തോന്നുന്നില്ല. റിലേറ്റ് ചെയ്യുക, എന്തോ ഒരു കാര്യം ലൈക്ക് അത് ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങൾക്ക് അത്രയും വേണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അത്രയും നിങ്ങൾ ഇമോഷണലി ആഗ്രഹിച്ചിട്ടുള്ളതോ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളതോ ഒരു കാര്യമാണ്. ബട്ട് ഇൻ സം റീസൺ നിങ്ങൾ അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഈ ഒരു കാര്യത്തിനോട് കാണിക്കുന്നില്ല, റൈറ്റ്? റിലേറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ലൈഫിലെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, ഓർ നിങ്ങളെ മൂവ് ഓൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ ചില പ്ലേസിൽ നിങ്ങൾ വളരെ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും സാഹചര്യം ഓർ ഡെസ്റ്റിനി നിങ്ങളെ വേറൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ കുറച്ചുകൂടി ഒരു ബെറ്റർ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ലൈക്ക് സ്ഥാനമാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുന്ന സമയത്ത് ഒരു രീതിയിൽ നിങ്ങൾ വിഷമമായിട്ടേ എടുക്കേണ്ട കാര്യമില്ല. അത് ആളുകളോ സിറ്റുവേഷനോ സ്ഥലമോ എന്തോ ആയിക്കോട്ടെ, ഇനീഷ്യലി നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും, അല്ലേ? സോ നിങ്ങൾ അത്രയും യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒക്കെ നിങ്ങൾ മാറി നിൽക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് മുന്നോട്ട് പോവുക, ബിക്കോസ് ആ ഒരു കാര്യം നിങ്ങളുടെ ഒരു വലിയൊരു സൈക്കിൾ ഉണ്ടാക്കാൻ പോവാണ്, വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ്, വലിയൊരു നെവർ എൻഡിങ് കോൺവെർസേഷൻ എൻഡാക്കാൻ പോവാണ്. ഓക്കെ, സോ പറഞ്ഞാലും തീരാത്ത ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പോവാണ്, സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആൻഡ് ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു പ്രശ്നം അവിടെ തീരാണ്, ബട്ട് നിങ്ങളുടെ ലൈഫ് ഡെഫിനറ്റ്ലി മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ മനസ്സിലാക്കുക, നിങ്ങൾ ചില ആളുകൾ അത്രയും ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ അത്രയും മെന്റലി ഇമോഷണലി ഫിസിക്കലി വളരെ ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരിക്കാം, റൈറ്റ്? ബട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾ വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, വീണ്ടും ഒന്ന് കര കയറി വരികയാണ്, വീണ്ടും ഓടിത്തുടങ്ങാണ് നിങ്ങളുടെ ലൈഫ്. ബിക്കോസ് ചില ആളുകൾക്ക് ആ ഒരു ജെന്യൂൻ സപ്പോർട്ട് എവിടെ നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്, ചില ആളുകൾക്ക് നിങ്ങളുടെ എല്ലാ പവറും നിങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളത് എവിടെയും ആവശ്യമില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഗെയിം ചേഞ്ചിങ് എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ്. ഓക്കെ, സോ ആ ഒരു ആക്ഷനാണ് നിങ്ങളുടെ ടൈം ആക്ച്വലി ചേഞ്ച് ആക്കുന്നത്, നിങ്ങളുടെ സാഹചര്യം ടേൺ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി. ബിക്കോസ് നിങ്ങൾ ആക്ച്വലി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ
ഇറങ്ങി വരാൻ പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കാം. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ മൈൻഡിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഇന്റൻഷൻ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ആ ഒരു ആക്ഷനിലേക്ക് നിങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. റൈറ്റ്? അതാണ് നിങ്ങളുടെ കുറേ വർഷത്തെ അല്ലെങ്കിൽ കുറേ കാലത്തെ ഒരു പാറ്റേൺ നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുന്നതും നിങ്ങൾക്കത് സോൾവ് ചെയ്യാനും സാധിക്കുന്നത്. ഓക്കെ, അഗെയിൻ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് തോന്നുന്നത് നിങ്ങളൊരു പ്ലേസിൽ നിന്ന് ഇങ്ങനെ പറിച്ച് കളയാണ് നിങ്ങളെ, എവിടുന്നോ ആയിക്കോട്ടെ, ആളുകളിനോ സിറ്റുവേഷനോ സ്ഥലത്തുനിന്നോ ജോബിന്നോ നിങ്ങളിങ്ങനെ അടർത്തി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ലീഡ് ചെയ്യുന്നത് റൈറ്റ് പ്ലേസിലേക്കാണ്, റൈറ്റ് ആളുകളിലേക്കാണ്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ആളുകളെ കൊണ്ട് സങ്കടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഏറ്റവും റൈറ്റ് പ്ലേസിലും റൈറ്റ് ആയിട്ടുള്ള ആളുകളിലും റൈറ്റ് ആയിട്ടുള്ള കൈകളിലും ആയിരിക്കാം നിങ്ങൾ എത്താൻ പോകുന്നത്. റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്കായിരിക്കാം നിങ്ങൾ എത്താൻ പോകുന്നത്. റൈറ്റ് ആയിട്ടുള്ള വീട്ടിലേക്കായിരിക്കാം നിങ്ങൾ എത്താൻ പോകുന്നത്. ഇന്ന് എന്താണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നത്, അത് ഡെഫിനറ്റ്ലി ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു ഡാർക്ക് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ തോന്നുന്നതെങ്കിൽ. ഓക്കെ, സോ ഇന്ന് എന്താണോ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്നത്, ഒരിക്കലും നിങ്ങൾക്ക് നാളെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നെക്സ്റ്റ് മൊമെന്റിൽ ഓക്കെ, അത് ചില ആളുകൾക്ക് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, ഒരുപാട് സമയം എടുക്കാതെ തന്നെ. റൈറ്റ്? ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ നോ ദാറ്റ്. ഓക്കെ, ആ ഒരു കാത്തിരിപ്പാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു മാറ്റം വരും എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ഫൈനലി നിങ്ങൾ ആ ഒരു പ്ലേസിൽ നിന്ന് എടുത്ത് നിങ്ങളിൽ എന്തൊക്കെയാണോ ബാക്കിയുള്ളത് അതെടുത്തിട്ടാണ് നിങ്ങൾ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് നിങ്ങളുടെ തന്നെ ആ ഒരു പവർ ആയിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള ഒരു വിശ്വാസമായിരിക്കാം, നിങ്ങളുടെ ആ ഒരു മനസ്സും ശരീരവും എടുത്തിട്ടായിരിക്കാം നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു പവർ നിങ്ങളിലേക്ക് തിരിച്ചു പിടിക്കുന്നത് പോലെ. ഓക്കെ, സോ വീണ്ടും നിങ്ങൾ സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്തു വരുന്നുണ്ട്. അത് വളരെ സങ്കടത്തോട് കൂടിയിട്ടല്ല. ഇന്ന് നിങ്ങൾക്ക് ആ ഒരു ജേർണി വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രഗിൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എവിടെയൊക്കെ നിങ്ങളുടെ പവർ നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു പിടിക്കാൻ പോവാണ്. ഓക്കെ, എങ്ങനെയാണ് തിരിച്ചു പിടിക്കുന്നത്? നിങ്ങൾ അവിടെ എവിടേക്കാണോ നിങ്ങൾ അവൈലബിൾ ആയിട്ട് നിന്നിട്ടുള്ളത് അവിടെ നിന്നൊക്കെ നിങ്ങൾ അൺഅവൈലബിലിറ്റി കാണിക്കുകയാണ്. അവിടെ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ആബ്സെൻസിൽ നിന്നാണ്. എക്സാക്ട്ലി. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഈ ഒരു കാര്യം നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അല്ല, എന്ത് സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ ഈ ഒരു സമയം പോകുന്നത് അത് നിങ്ങളെ കൂടുതൽ ഇവോൾവ് ആക്കുകയാണ്. നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ആ ഒരു ഫയറിലേക്ക് കൊണ്ടുവരാണ്. നിങ്ങൾക്ക് കൂടുതൽ ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ജേർണി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണ്. ഫ്രീഡം. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡമാണ് ലൈഫ് തരുന്നത്. ഈ ഒരു സാഹചര്യം ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളുടെ പവറൊക്കെ നിങ്ങൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ് എവിടേക്കാണ് നിങ്ങൾ നിങ്ങളുടെ എനർജി പവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ലെറ്റ് മീ ടേക്ക് വൺ മോർ മെസ്സേജ്. സീ, ഇറ്റ്സ് എ പവർഫുൾ മെസ്സേജ്, ഡെത്ത് ആൻഡ് റീബേർത്ത്. സോ നിങ്ങളുടെ ആ ഒരു ഓൾഡ് വേർഷൻ കളയാണ്, നിങ്ങളുടെ ഒരു പഴയ ഒരു ഐഡന്റിറ്റി കളയാണ്, നിങ്ങളുടെ ആ ഒരു അറ്റാച്ച്ഡ് വേർഷൻ നിങ്ങൾ കളയാണ്. ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു വേർഷൻ, ആ ഒരു ഐഡന്റിറ്റി, ആ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ കളയാണ്. നിങ്ങളുടെ അഡിക്ഷൻ നിങ്ങൾ കളയാണ്. നിങ്ങളുടെ ഒരു കോഡിപ്പെൻഡൻസി നിങ്ങൾ അവിടെ ഉപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ആളുകൾ ഇത്ര സമയമായിട്ട് നിങ്ങളുടെ ചില ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ വീട്, സ്ഥലം, ഓക്കെ, കംപ്ലീറ്റ്ലി നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റത്തിലൂടെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. Let me take one more message. What you need to hear right now. See, കുറച്ചുകൂടെ നിങ്ങളെ വിട്ടുകൊടുക്കാത്തൊരു സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് അവിടെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഗൈഡൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മറ്റുള്ള ആളുകളുടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്ത് ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. റൈറ്റ്, ബിക്കോസ്
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത്, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, സോ what you need to hear right now, see, എന്താണോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളത്, എന്താണ് നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഏറ്റവും ഡിസേർവ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ എഫേർട്ടിന്, നിങ്ങളുടെ ടൈമിന്, നിങ്ങളുടെ ആ ഒരു ജെന്യുവൻ വേർഷന് എന്താണോ റൈറ്റ് ആയിട്ട് ഡിസേർവ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ജോബ് ആയിക്കോട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ് ആയിക്കോട്ടെ, ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം ആയിക്കോട്ടെ, അവിടെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു അത് എന്നുള്ളതല്ല. മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, റിലേറ്റ് ചെയ്യാം. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ ബേസ്ഡ് ഓൺ യുവർ കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, സോ പഠിക്കുന്നുണ്ട്, ലൈഫ് ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, സ്പിരിച്വൽ അവെയർനെസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വീണ്ടും റീഫോക്കസ് ചെയ്യുന്നുണ്ട് ലൈഫിലേക്ക്. വെരി ഗ്രേറ്റ്, വളരെ നല്ല കാര്യം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.